ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക അച്ചാർ. അതിന് വേണ്ട സാധനങ്ങൾ: പച്ചമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പാവയ്ക്ക, ഉലുവാപ്പൊടി, കായം, മഞ്ഞൾപ്പൊടി, കടുക്, എണ്ണ, മുളക് പൊടി. ഇനി പാവയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വരാം. പാവയ്ക്ക നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അതിലേക്ക് നമുക്ക് ഉപ്പും മുളക് പൊടി ഇട്ട് 10 മിനിറ്റ് ഒന്ന് തിരുമ്മി വെക്കാം. പാവയ്ക്ക 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു മൂപ്പിച്ചെടുക്കാം പാവയ്ക്ക. നമ്മുടെ പാവയ്ക്ക ഇളക്കിയിട്ട് കൊടുക്കാം. മൂത്ത് വരാറായി. മൂത്ത് വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പാവയ്ക്ക മൂത്ത് വന്ന് നമുക്ക് കോരിയെടുക്കാം. എണ്ണ ചൂടായി നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ട് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് പാവയ്ക്ക മൂപ്പിച്ച എണ്ണ തന്നെയാണ്, അതാണ് ആ കളറായിട്ടിരിക്കുന്നത്. ഉള്ളിയും ഇഞ്ചി മൂത്തിട്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ, പച്ചമുളകിൻ്റെ. തീ കുറച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായവും അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉലുവാപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതായിട്ട് നമുക്ക് പൊടിയുടെ പച്ച മണം മാറുന്നതിന് നമുക്ക് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് മൂപ്പിച്ച് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കുക. നല്ലോട്ട് ഇളക്കി കൊടുക്കുക. നമുക്കതിലേക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിക്കുന്നത് പാവയ്ക്കയുടെ കയ്പ്പ് ഇച്ചിരി മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ടേസ്റ്റ് നമ്മുടെ പാവയ്ക്ക അച്ചാർ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.